മാജിക് അവൻ പവർഡ് ബൈ ക്രസ്റ്റ് ആൻഡ് ക്രംബിലേക്ക് സ്വാഗതം. സാധാരണയായിട്ട് നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പലതരം നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ തയ്യാറാക്കാം. അതേസമയം വെജിറ്റേറിയൻസിന് ഓപ്ഷൻസ് കുറവാണ്. എന്നാൽ സ്വീറ്റ്സിൻ്റെ കാര്യം വരുമ്പോൾ അവിടെ നോൺ വെജ് വെജിറ്റേറിയൻ എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ കുറവാണ്. കാര്യം വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഒട്ടുമുക്കാൽ തരം സ്വീറ്റ്സും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ സാധാരണ നാടൻ പലഹാരങ്ങൾ വരും. അതല്ലാന്നുണ്ടെങ്കിൽ പേസ്ട്രീസ് ഒക്കെ വരും, മുന്തിയ പലഹാരങ്ങൾ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള ബേക്കറികളിലൊക്കെ കിട്ടുന്ന കാണാൻ അതിമനോഹരമായ, വളരെ സുന്ദരമായ, അതേപോലെ തന്നെ സ്വാദുമുള്ള പേസ്ട്രി ഐറ്റംസ്. അപ്പോൾ അതിങ്ങനെ ചില്ലിട്ട് അലമാരയിൽ വെച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിൽഡായിട്ടുള്ള, ഇപ്പോൾ അങ്ങനെയാണല്ലോ പേസ്ട്രീസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് ചെയ്യുന്ന പേസ്ട്രീസ് ചിൽഡായിട്ടാണ് വയ്ക്കുക. അപ്പോൾ നല്ല തണുത്ത അന്തരീക്ഷത്തിലേ അത് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാണ്ട് കഴിക്കാൻ തോന്നും. പിന്നെ ഇപ്പോഴത്തെ വീട്ടമ്മമാർക്കെല്ലാം വ്യത്യസ്തമായ പലതരം പേസ്ട്രീസൊക്കെ തയ്യാറാക്കാനും അറിയാം. ആൾക്കാർക്കെല്ലാം അങ്ങനെ ഒരു ട്രെൻഡാണ്. ഇപ്പോൾ അതൊരു ഫാഷനും കൂടിയാണ് ആൾക്കാർക്ക് ഇത്തരം പുതിയ പുതിയ വിഭവങ്ങൾ തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ബേക്കറിയിൽ ചെന്നാൽ കാണുന്ന മനോഹരമായ വിഭവങ്ങൾ വീട്ടിൽ തയ്യാറാക്കാൻ സാധിച്ചാലും അതും സന്തോഷം തന്നെയാണ്, അല്ലേ? അതാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കാനുള്ളൊരു താല്പര്യം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. എന്തായാലും നമ്മൾ ഇന്നിവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേസ്ട്രി എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ട്രഫിൾസ്, ഒരു ചോക്ലേറ്റ് ട്രഫിൾസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, ക്യൂട്ടാണ്, വളരെ ചെറുതാണ്. കാണാൻ അതിമനോഹരമായ ചോക്ലേറ്റ് ട്രഫിൾസ് സ്വാദിൻ്റെ കാര്യത്തിലും മുന്നിൽ തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ ചോക്ലേറ്റ് ട്രഫിൾസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുണ്ട് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബട്ടർ കേക്ക് 1/2 കിലോ, വെണ്ണ 100 ഗ്രാം, പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്, ഡ്രിങ്കിങ് ചോക്ലേറ്റ് 2 ടേബിൾ സ്പൂൺ, ആപ്രിക്കോട്ട് ജാം 3 ടേബിൾ സ്പൂൺ, ബ്രാൻഡിയോ റമ്മോ ഏതെങ്കിലും ഒന്ന് 2 ടീസ്പൂൺ, വാനില എസൻസ് 1/2 ടീസ്പൂൺ. ഇനി കോട്ടിങ്ങിന് വേണ്ട ചേരുവകൾ: ആപ്രിക്കോട്ട് ജാം 4 ടേബിൾ സ്പൂൺ, വെള്ളം 3 ടേബിൾ സ്പൂൺ, ചോക്ലേറ്റ് വെർമിസലി 100 ഗ്രാം. അപ്പോൾ നമ്മളുടെ ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ചോക്ലേറ്റ് ട്രഫിൾസ് തയ്യാറാക്കാം. ചോക്ലേറ്റ് ട്രഫിൾസ് ഇതൊരു ചോക്ലേറ്റ് ബോൾസ് പോലെ ഇരിക്കും. ഇതിൻ്റെ ഒരു കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ചോക്കോ സ്ട്രാൻഡ്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ ചോക്ലേറ്റ് വെർമിസലി എന്ന് വേണമെങ്കിൽ പറയാം. ചോക്കോ സ്ട്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാങ്ങാൻ കിട്ടും. ഈ കൺഫെക്ഷണറീസൊക്കെ വാങ്ങുന്ന കടയിൽ കണ്ടില്ലേ, ഇതിങ്ങനെ വെർമിസലി പോലെ ഇരിക്കും, പക്ഷേ ചോക്ലേറ്റിൻ്റെ നിറത്തിലുള്ള, ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള, ഇത് ഷുഗർ കൊണ്ടുണ്ടാക്കുന്ന, ചോക്ലേറ്റും ഷുഗറുമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിങ്ങനെ ഈ രീതിയിൽ തന്നെ വാങ്ങാൻ കിട്ടും. ഇതാണ് നമ്മുടെ ട്രഫിൾസിൻ്റെ കവറിങ്, ചോക്കോ സ്ട്രാൻഡ്സ്. അപ്പോൾ ഇതിങ്ങനെ ആവശ്യത്തിന് ഒരു 100-200 ഗ്രാം ഇങ്ങനെ എടുത്ത് വയ്ക്കാം. പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് കേക്കാണ്, ബട്ടർ കേക്ക്. നമ്മൾ സാധാരണ വീട്ടിൽ ബട്ടർ കേക്ക് ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സിലൂടെ സാധാരണ ഒരു ബട്ടർ കേക്ക് ഉണ്ടാക്കുന്നു. ഒരു പക്ഷേ വീട്ടിലുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വാങ്ങിയാലും കുഴപ്പമില്ല. പിന്നെ ഇത് ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയം കഴിഞ്ഞ് ആണ് ഏറ്റവും എളുപ്പം ചോക്ലേറ്റ് ട്രഫിൾസ് ഉണ്ടാക്കുക. കാര്യം എന്തായാലും നമുക്ക് കുറേ ഗിഫ്റ്റായിട്ടൊക്കെ കേക്ക്സൊക്കെ കിട്ടും. അപ്പോൾ ഈ ഐസിംഗ് ഒന്നും ഇല്ലാതെ കേക്ക് കിട്ടുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം എന്നലോചിക്കുമ്പോൾ പറ്റിയൊരു കാര്യമാണ് നമ്മുടെ ഈ ചോക്കോ ട്രഫിൾസ് തയ്യാറാക്കുക. ഇതിനെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ബട്ടർ കേക്കിനെ പൊടിക്കുക, കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊടിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് 1/2 കിലോ ബട്ടർ കേക്ക്, അളവെന്ന് പറഞ്ഞാൽ 1/2 കിലോ. അതിനിങ്ങനെ പൊടിക്കാം നമുക്ക് കൈ കൊണ്ട്. മിക്സി ഉപയോഗിച്ചൊന്നും പൊടിക്കണം എന്നില്ല, കൈ കൊണ്ട് തന്നെ പൊടിച്ചാൽ മതിയാണ്. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ പീസസ് എല്ലാം ഞാൻ കൈ കൊണ്ട് പൊടിച്ച് ഒരു പൗഡർ ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് 1/2 കിലോ ബട്ടർ കേക്ക് കൈ കൊണ്ട് പൊടിച്ച് എടുത്തതാണ്, ഒരു പൗഡേർഡ് ഫോമായി. ഇനി എന്താ വേണ്ട? അപ്പോൾ ഇത് റൊട്ടി പൊടി മാതിരി ഉണ്ട്. ഇപ്പോൾ ഒരു ബ്രെഡ് ക്രംസിൻ്റെ ഒരു ടെക്സ്ചറാണ് ഇപ്പോൾ നമ്മളുടെ കേക്ക് ക്രംസ്. ഇനി വേണ്ടത് മറ്റൊരു പാത്രത്തിൽ, ഒരു ബൗൾ പോലെ ഒരു പാത്രത്തിലേക്ക് 100 ഗ്രാം വെണ്ണ. ഇത് ഉപ്പില്ലാത്ത വെണ്ണ. അതിനോടൊപ്പം ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഒരു ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട്. ഇനി ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. കൊക്കോ പൗഡർ അല്ലെങ്കിൽ ഡ്രിങ്കിങ് ചോക്ലേറ്റ്. അപ്പോൾ ഡ്രിങ്കിങ് ചോക്ലേറ്റ് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. 2 വലിയ സ്പൂൺ ഡ്രിങ്കിങ് ചോക്ലേറ്റ് സാധാരണ നമ്മൾ ചോക്ലേറ്റ് മിൽക്ക് എല്ലാം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. വളരെ സ്വാദാണ്, കുട്ടികൾക്കെല്ലാം വലിയ ഇഷ്ടമായിരിക്കും. പിന്നെ ഡ്രിങ്കിങ് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ കൊക്കോ പൗഡർ 2-3 ടീസ്പൂൺ മാത്രം ചേർക്കുക.
അതിന് കുറച്ചുകൂടെ ഡാർക്ക് ഒരു കളറും കിട്ടും. ഇത് കുറച്ചുകൂടെ ലൈറ്റ് കളറാണ്, ലൈറ്റ് ഒരു ചോക്ലേറ്റ് കളറാണ്. ഇനി ഒരല്പം എസൻസ്, വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇനി ഓപ്ഷണലാണ് ഒരു കാര്യം, ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. ഇത് ബ്രാൻഡി അല്ലെങ്കിൽ വിസ്കി ഏതെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വർ ആയാലും കുഴപ്പമില്ല. ഒരു 2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇതൊരു ആഡഡ് ഫ്ലേവറാണ്, വേണമെങ്കിൽ മതി, നിർബന്ധമില്ല. അതും കൂടി ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഈ പൊടിച്ചു വച്ചിരിക്കുന്ന കേക്ക് ക്രംസ് അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട്, ഇതിപ്പോൾ കത്താടി തവി കൊണ്ടോ സാധാരണ ഒരു തവി കൊണ്ടോ ഒക്കെ ഇളക്കി യോജിപ്പിച്ചാലും മതി. പക്ഷെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേ ബ്ലെൻഡർ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. ഇനി നമുക്ക് തടിത്തവി തന്നെ ഉപയോഗിക്കാം. ഇനിയാണ് നമ്മളൊരു കാര്യം ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഡ്രിങ്കിങ് ചോക്ലേറ്റ് ആയതുകൊണ്ട് ഇതിന് ഇത്രയും കളറേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കൊക്കോ പൗഡർ ആണെങ്കിൽ ഇതിന് കൂടുതൽ കളറ് ചിലപ്പോൾ കിട്ടിയേക്കും. ഇനി നമ്മൾ ആപ്രിക്കോട്ട് ജാം, സാധാരണ ആപ്രിക്കോട്ട് ജാമാണ് ഇതിന് കൂടുതൽ ചേരുന്നത്. പക്ഷേ വേറെ ഏതെങ്കിലും ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ, ഇപ്പോൾ സ്ട്രോബെറിയോ റാസ്ബെറിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്താലും കുഴപ്പമില്ല. എന്തായാലും ഞാനിവിടെ ആപ്രിക്കോട്ട് ജാം ഒരു 1, 2 ഏതാണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ കൂടെ യോജിപ്പിക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ഇനി 3ാമത്തെ സ്പൂണും കൂടി ചേർക്കാം. അപ്പോൾ ഹീപ്ഡായിട്ട് എടുത്തോളൂ, കുറച്ച് കൂടുതലായിട്ട്, അതായത് ലെവൽ ടേബിൾ സ്പൂൺ അല്ല, ഹീപ്ഡ് നിറച്ചെടുക്കുക. അങ്ങനെ ആപ്രിക്കോട്ട് ജാമും കൂടി നന്നായിട്ട് ചേർത്ത് ഇതിനെ ഒന്ന് യോജിപ്പിക്കാം. ഇനി നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കാം. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ നമ്മളുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ച് കൈ കൊണ്ട് വെറുതെ ഇങ്ങനെ കുഴച്ച് കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് കുഴഞ്ഞ് ഇങ്ങനെ ഒരു നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴയ്ക്കുന്ന പോലെ ആയി കഴിഞ്ഞു. നോക്കൂ എന്ത് രസമല്ലേ. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഇതിൽ നിന്നും ചെറിയ വലിയ നാരങ്ങ വലുപ്പത്തിൽ അല്ലെങ്കിൽ ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുളകൾ ഉരുട്ടിയെടുക്കുക. അതിന് 2 കൈ ഉപയോഗിക്കാം. വലിപ്പമൊക്കെ നമുക്ക് തീരുമാനിക്കാം, എത്ര സൈസ് വേണം. ഇങ്ങനെ ഉരുട്ടി നമ്മളൊരു പ്ലേറ്റിലേക്ക് ആദ്യം വയ്ക്കാം. ഇതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ്. ഇനി ഫിനിഷിംഗ് ആയിട്ടില്ല. ഫിനിഷിംഗ് ആയി കഴിയുമ്പോൾ ഇത് ശരിക്കും ചോക്ലേറ്റ് ട്രഫിൾസായി മാറും. ഈ അളവിൽ നിന്നും ഏകദേശം ഒരു 50ഓളം ചോക്ലേറ്റ് ട്രഫിൾസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് 40 to 50 നമ്മളെടുക്കുന്ന സൈസ് പോലെ ഇരിക്കും ഉരുളയുടെ വലിപ്പം. റൗണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതെല്ലാം തന്നെ ഉരുട്ടി ഈ പ്ലേറ്റിൽ വയ്ക്കും. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് ട്രഫിൾസിന് വേണ്ട ചോക്ലേറ്റ് ബോൾസ് ഇവിടെ ഉരുട്ടി കഴിഞ്ഞു. ഇതിപ്പോൾ ഏകദേശം ഒരു 35 ബോൾസ് ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. 40 വരെ മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം വലിപ്പം അനുസരിച്ച് ഇതിലും ചെറുതാക്കുകയാണെങ്കിൽ 50 ആവും. പക്ഷേ ഒരു ആവറേജ് സൈസ് ആണെങ്കിൽ 35 to 40 അതാണ് നമ്മുടെ കണക്ക്. എന്തായാലും അതിവിടെ റെഡി. 40 വരെ ഉരുട്ടാം കേട്ടോ ശരിക്കും. ഇനി നമ്മൾ ഒരു ഫ്രൈയിങ് പാൻ അല്ലെങ്കിൽ ഒരു ചെറിയ സോസ് പാനിലേക്ക് ആപ്രിക്കോട്ട് ജാം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജാമാണോ യൂസ് ചെയ്യുന്നത് ആ ജാം തന്നെ, ഇപ്പം റാസ്ബെറിയോ സ്ട്രോബെറിയോ എന്താണെങ്കിലും കുഴപ്പമില്ല. ആപ്രിക്കോട്ട് ജാം ഒരു 2 or 3 ടേബിൾ സ്പൂൺ. അതിൻ്റെ കൂടെ ഒരല്പം വെള്ളം, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കുക. അപ്പോൾ അത് കുറച്ചൊന്ന് മെൽറ്റായി കുറച്ചുകൂടെ ഒന്ന് ലൂസാവും. അപ്പോൾ നമ്മളുടെ ആപ്രിക്കോട്ട് ജാമിനെ ഒന്ന് ലൂസൻ ചെയ്യുകയാണ്, ഒരു സിറപ്പിയാക്കി മാറ്റി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി, അതൊരു ലൂസായിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടും. ഇത് കുറച്ച് പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അത് കുറച്ചൊന്ന് തണുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാവും. എന്നിട്ട് അതിൽ നമ്മളിങ്ങനെ ചെയ്യാൻ പോണ കാര്യം നോക്കിക്കോളൂ. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന
ഈ ചോക്ലേറ്റ് ബോൾസ് അതിനെ നമ്മൾ ഇങ്ങനെ ലൂസാക്കി വെച്ചിരിക്കുന്ന ഈ ജാമിൻ്റെ ഒരു ജാം കോട്ടിംഗ് ആണ് കൊടുക്കാൻ പോകുന്നത്. അതിലേക്ക് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ കവർ ചെയ്തിട്ട് ഈ ചോക്കോ സ്ട്രാൻഡ്സ് എന്ന് പറയുന്ന ചോക്ലേറ്റ് വെർമിസിലി ഇതിനകത്തിട്ട് വീണ്ടും ഒന്ന് റോൾ ചെയ്യും. അങ്ങനെയാണ് നമ്മളുടെ ചോക്ലേറ്റ് ട്രഫിൾസ് റെഡിയാവുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ്. ചോക്ലേറ്റ് ബോൾസ് ഇവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ആപ്രിക്കോട്ട് ജാം കുറച്ച് ലൂസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താ ചോക്കോ സ്ട്രാൻഡ്സ് അത് കുറച്ചായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വയ്ക്കുക. ഇത് നമ്മളതിൻ്റെ കവറിങ് ആണ് കോട്ട് ചെയ്യാനായിട്ട്. അതെല്ലാം കൂടി ചേർത്ത് ആദ്യം വയ്ക്കേണ്ട, കുറച്ച് ആദ്യം വയ്ക്കാം. പിന്നെ ഇത് ചെറിയ കപ്പ് കേക്കിൻ്റെ പോലത്തെ മോൾഡ്, പേപ്പർ കപ്സ് അതിനകത്താണ് ഇത് സെർവ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. ശരിക്കും അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന കാര്യം ഇങ്ങനെ കയ്യിലെടുക്കുക. എന്നിട്ട് ഈ ജാമിലൊന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്യാം. ചെറുതായിട്ട് ഒരു ചെറിയൊരു കോട്ടിങ് കൊടുക്കുക. എന്നിട്ട് ഈ ചോക്ലേറ്റ് സ്ട്രാൻഡ്സിൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടുക. കണ്ടല്ലോ, കംപ്ലീറ്റ് കവറായത് കണ്ടോ? കംപ്ലീറ്റ് അതിൽ കവേർഡായി കിട്ടും. ഇങ്ങനെ റോൾ ചെയ്തിട്ട് നമ്മളുടെ ചോക്ലേറ്റ് ട്രഫിൾസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ഞാനൊന്ന് കോട്ട് ചെയ്തെടുക്കട്ടെ. കംപ്ലീറ്റ് ആ ചോക്കോ സ്ട്രാൻഡ്സിൽ ഒന്ന് കവർ ചെയ്തിട്ട് നമ്മുടെ പേപ്പർ കപ്സിലാണ് ചോക്ലേറ്റ് ട്രഫിൾസ് എല്ലാം തന്നെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാ ചോക്ലേറ്റ് ബോൾസും നമ്മൾ ഒരു ജാമിൻ്റെ ഒരു കോട്ടിങ് കൊടുത്തു. ആ സെയിം ജാം തന്നെയാകാം, ആപ്രിക്കോട്ട് ജാമാണ് നമ്മളിതിൽ ആദ്യം അവസാനം ഉപയോഗിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചോക്കോ സ്ട്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് വെർമിസിലിയിലൊന്ന് കവർ ചെയ്തെടുത്തു. അതിലിങ്ങനെ ഉരുട്ടിയാൽ മതി. ഇതിലിങ്ങനെ അതിൻ്റെ ആ ഈർപ്പം കൊണ്ട് ഒട്ടിപ്പിടിക്കും. എന്നിട്ട് നമ്മൾ ചെറിയ പേപ്പർ കപ്സിലേക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ രീതിയിൽ തന്നെ കഴിക്കാം. പിന്നെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കാം, ആവശ്യാനുസരണം കഴിക്കാം. പിന്നെ ഇതൊക്കെ നല്ലൊരു എന്താ പറയുക, നമുക്ക് വീട്ടിലുണ്ടാക്കിയാൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പേസ്ട്രി ഐറ്റം പോലെ നമുക്ക് പറയാം. കാര്യം ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കാം. ഇത് കുട്ടികൾക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും, അത്രയ്ക്ക് എളുപ്പമാണ്. പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ഗിഫ്റ്റായിട്ട് ഇപ്പോൾ ബർത്ത്ഡേ പാർട്ടീസിലെല്ലാം പോകുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തു വിടാം. വേണമെങ്കിൽ കുട്ടികളുടെ ഫ്രണ്ട്സിനെ കുട്ടികൾ കൊണ്ടുപോകുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തു വിടാം. അല്ലെങ്കിൽ ന്യൂ ഇയർ, ക്രിസ്മസ് ആ സമയത്തൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്തായാലും ഏതൊരു വീട്ടമ്മയ്ക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഈ ചോക്ലേറ്റ് ട്രഫിൾസ്. അപ്പോൾ മുന്തിയ ബേക്കറിയിലൊന്നും പോയി ഒരുപാട് പൈസ ഒന്നും കളയണ്ട, നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാം. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇത് ക്രസ്റ്റ് ആൻഡ് ക്രമ്മിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പോവാണ്. ഇതൊരു ചിക്കൻ ഫ്രൈ ആണ്. ഇത് ക്രിസ്പി ചിക്കൻ മിക്സ് ക്രസ്റ്റ് ആൻഡ് ക്രമ്മിൻ്റെ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻസ്റ്റൻറ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഒരു കോഴി, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറവാണ്. ഒരു കോഴിയെ വലിയ കഷ്ണങ്ങളോ ചെറിയ കഷ്ണങ്ങളോ ആയിട്ട് മുറിക്കുക. ഒരു മീഡിയം സൈസിൽ മുറിച്ചാലും മതി, സ്മോൾ പീസസ് ആയാലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ രണ്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ വേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരു കോട്ടിംഗ് മിക്സാണ്. ആ കോട്ടിംഗ് മിക്സാണ് കുറച്ച് എരിവൊക്കെ ഉള്ളൊരു മിക്സാണിത്. ക്രസ്റ്റ് ആൻഡ് ക്രമ്മിൻ്റെ സ്പെഷ്യൽ മിക്സ്, ദാറ്റ് ഈസ് ഇൻസ്റ്റൻറ്റ് ക്രിസ്പി ചിക്കൻ മിക്സ് എന്നാണ് ഞാൻ പറയുന്നത്. ഇത് തന്നെ പല ഫ്ലേവേഴ്സിൽ കിട്ടും. ഇത് ഹോട്ട് ആൻഡ് സ്പൈസി എന്ന് പറയുമ്പോൾ അത്യാവശ്യം എരിവുള്ള ഒരു മിക്സാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ വേണ്ടത് വറുക്കാൻ ആവശ്യമായ എണ്ണ, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിലാകാം, പാം ഓയിലാകാം, എന്തായാലും ഇനി ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, ഒലിവ് ഓയിലാകാം, എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്ന ഒരു കോഴിയെ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വയ്ക്കുക, തൊലിയെല്ലാം മാറ്റി. ഇനി നമ്മൾ രണ്ട് മുട്ടയെ ഒരു പാത്രത്തിലാക്കി ഒന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കുക. ചെയ്യാം. രണ്ട് മുട്ടയൊന്ന് സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്താൽ മതി. ബീറ്റ് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. ഇതൊരു വലിയ ജോലിയല്ലല്ലോ, എളുപ്പമല്ലേ? ആ ജോലി എളുപ്പം. പിന്നെ അടുത്ത് ചെയ്യാൻ പോണ ജോലി അതിലും എളുപ്പമാണ്, ഒരു പണിയില്ല. നമുക്കിനി ക്രസ്റ്റ് ആൻഡ് ക്രമ്മിൻ്റെ ഒരു പാക്കറ്റ് പൊട്ടിക്കാം. ക്രസ്റ്റ് ആൻഡ് ക്രം ഇൻസ്റ്റൻറ്റ് ക്രിസ്പി ചിക്കൻ മിക്സ് ഹോട്ട് ആൻഡ് സ്പൈസി പൊട്ടിച്ചെടുക്കാം. ഈ
പ്രോഡക്റ്റിൽ അജിനോമോട്ടോ ചേർത്തിട്ടില്ലെന്ന് അതിൻ്റെ പാക്കറ്റിൽ അതിൻ്റെ നിർമ്മാതാക്കൾ വളരെ സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു കഷ്ണം ഓരോ പീസായിട്ട് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിലൊന്ന് മുക്കുക ചിക്കൻ്റെ പീസ്, എന്നിട്ട് ഇതിലേക്ക് ഇട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ഒരു കോട്ടിങ് ആവും. എന്നിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഈ രീതിയിൽ ചിക്കൻ്റെ പീസസിനെ എല്ലാം തന്നെ മുട്ടയിൽ മുക്കുന്നു. ക്രസ്റ്റ് ആൻഡ് ക്രമ്മിൻ്റെ ഇൻസ്റ്റൻറ്റ് ചിക്കൻ ഫ്രൈ മിക്സ്, അതായത് ഹോട്ട് ആൻഡ് സ്പൈസിയിൽ മുക്കി എടുക്കും, ഒന്ന് റോൾ ചെയ്തെടുക്കും. അങ്ങനെ നമ്മളുടെ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം തന്നെ ക്രസ്റ്റ് ആൻഡ് ക്രമ്മിൻ്റെ ഇൻസ്റ്റൻറ്റ് ക്രിസ്പി ചിക്കൻ മിക്സിൽ ഹോട്ട് ആൻഡ് സ്പൈസിയിൽ റോൾ ചെയ്തെടുത്തിരിക്കുകയാണ്. 2 മുട്ട ഉടച്ച് അതിൽ മുക്കി പിന്നെ ഈ ചിക്കൻ മിക്സിൽ റോൾ ചെയ്തെടുത്ത് ഇനി എണ്ണ നല്ല ചൂടായി കിടക്കുകയാണ്. അതിൽ ഓരോന്നായിട്ട് അതിനകത്തേക്ക് ഇടാം. ഇനി 2 പ്രാവശ്യമായിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. എന്തായാലും ഇതെല്ലാം ഒന്ന് ഗോൾഡൻ കളറായി വരട്ടെ. അപ്പോൾ നമ്മളുടെ ചിക്കൻ പീസസ് എല്ലാം തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. അങ്ങനെ ക്രസ്റ്റ് ആൻഡ് ക്രമ്മിൻ്റെ റെഡി മിക്സ് ക്രിസ്പി ചിക്കൻ പൗഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ എണ്ണ കുടിക്കുന്നൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നല്ലൊരു ക്രസ്റ്റി ആയിട്ടുള്ളൊരു ഔട്ടർ ലെയർ ഉണ്ട് ആ ചിക്കനിൽ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ബാക്കിയിരിക്കുന്ന ചിക്കൻ പീസും ഇതുപോലെ തന്നെ ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് വറുത്ത് വരും. അപ്പോൾ ചിക്കൻ്റെ പീസസിൻ്റെ സൈസ് ഇഷ്ടാനുസരണം ചെയ്യാം. ചെറിയ പീസസായിട്ടും കട്ട് ചെയ്യാം, കുറച്ച് വലിയ പീസായിട്ട് വേണമെങ്കിലും ഈ പീസ് പോലെ. ഇതിപ്പോൾ കുറച്ച് വലിയ പീസസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ആ ലെഗ് പീസെല്ലാം അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ 2 വിഭവങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് നമ്മളുടെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ചോക്ലേറ്റ് ട്രഫിൾസ് ഉണ്ടാക്കാമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. പിന്നെ രണ്ടാമത് കാണിച്ചതും ഒരു ക്രിസ്പി ചിക്കൻ ഫ്രൈ ക്രസ്റ്റ് ആൻഡ് ക്രമ്മിൻ്റെ, അതും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 വിഭവങ്ങളും തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.